ചപ്പലങ്ങ് മാറ്റിയാലോ? ആണോ? എന്തായാലും മാറ്റമല്ലേ, അപ്പോൾ ഒരു സ്പെഷ്യൽ വെറൈറ്റി പിടിക്കാം. കമോൺ. അപ്പോൾ നമ്മൾ ഈ സ്പെഷ്യൽ ഫുട്വെയർ വാങ്ങാൻ വന്നിട്ടുള്ളത് കൊല്ലത്താണ്. കൊല്ലത്തുള്ള സുശ്രുത ആയുർവേദ ഹെൽത്ത് കെയർ സൊല്യൂഷൻസിലാണ്. അപ്പോൾ ഇവരുടെ ഒരു സ്പെഷ്യൽ വെറൈറ്റി ഓഫ് ഫുട്വെയർ ഉണ്ട്, ആയുർപാദക. അപ്പോൾ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ ഒരു സ്പെഷ്യൽ സാധനം എങ്ങനെ ഉണ്ടായി. അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ ഫുട്വെയറിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതിനു മുന്നേ നമ്മുടെ ഈ സുശ്രുതയുടെ ഫൗണ്ടറുമായിട്ടൊന്ന് സംസാരിച്ച് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ് അറിയാം. എന്നിട്ട് നമുക്ക് പ്രൊഡക്ഷൻ കാണാം. ഈ സുശ്രുതയുടെ ആയുർപാദകയുടെ ബ്രെയിൻസ് എന്ന് പറയുന്നത് പ്രൊഫസർ ഗോപകുമാർ സാറാണ്. സാർ നമ്മുടെ കൂടെ ഉണ്ട്. സാറാണ് എൻ്റെ ഫൗണ്ടറും. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം. നമസ്കാരം സാർ. സാർ, ഈ ആയുർവേദിക് പ്രോഡക്ട്സ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ വെറൈറ്റി ഫുട്വെയർ, അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് സാർ എങ്ങനെയാണ് എത്തിയത്? ഇതൊരു യുണീക്ക് ഫുട്വെയർ ആണ്. അതായത് ഈ ഒരു കൺസെപ്റ്റിലെത്തിയത്, നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ പാദങ്ങളാണ്. പാദങ്ങൾ സംരക്ഷിക്കുന്നതിനകത്ത് ശരിയായൊരു പ്രാധാന്യം നമ്മൾ മലയാളികൾ കൊടുക്കുന്നില്ല. ഇന്ത്യക്കാർക്കും കണക്കൊക്കെ തന്നെ, എങ്കിലും മലയാളികളൊട്ടും ആ കാര്യം കൊടുക്കുന്നില്ല. നമ്മൾ സാക്ഷരതയൊക്കെ നേടിയൊരു സമൂഹമാണെങ്കിലും മുഖമൊക്കെ നമ്മൾ കൃത്യമായിട്ട് വെക്കും, പക്ഷേ കാല് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഈ ശരിക്കും നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഓർഗൻ കാലാണ്, നമ്മുടെ പാദങ്ങളാണ്. കാരണം ഈ പാദങ്ങളാണ് ഭൂമിയിൽ നമ്മുടെ ശരീരത്തെ ഉറപ്പിച്ച് നിർത്തുന്നത്. മനുഷ്യനാണല്ലോ രണ്ട് കാലിൽ നടക്കുന്ന ജീവി, മനുഷ്യനാണല്ലോ. അപ്പോൾ ഈ ഭൂമിയിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തേക്ക് വരിക, ശരീരത്തിലെ എനർജി ഭൂമിയുമായിട്ട് കണക്ട് ചെയ്ത് പോവുക. ഇതിനൊക്കെ ഈ ഭൂമിയിൽ നമ്മുടെ കാല് ചവിട്ടി നിൽക്കണം. അതുകൊണ്ടാണ് സയൻസ് ടുഡേ ഒരിക്കൽ പറഞ്ഞത്, മനുഷ്യൻ കണ്ടുപിടിച്ച ഏറ്റവും മാരകമായ കണ്ടുപിടുത്തം ആറ്റം ബോംബല്ല, പാദരക്ഷകളാണ്, ചെരുപ്പാണ്. കാരണം ചെരുപ്പാണ് നമ്മളെ ഭൂമിയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. പഴയകാലത്ത് ചെരുപ്പുണ്ടായിരുന്നു, അത് നമ്മൾ മെതിയടി ഒക്കെ ഒരു പക്ഷേ കൃഷ്ണന്തൊക്കെ കണ്ടു കാണും. മെതിയടി വീട്ടിൽ പൂമരക്കെ കണ്ടു കാണാം, സ്വാഭാവികമായിട്ട് കുറവാണ്. അപ്പോൾ ഈ മെതിയടി തടി കൊണ്ടുണ്ടാക്കുന്നതാണ്. അത് പ്രത്യേകതരം കാഞ്ഞിരത്തിൻ്റെ തടി, അങ്ങനെ ചില പ്രത്യേകതരം തടികൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, ഈ മെതിയടി. പിന്നെ തോല് കൊണ്ടുള്ള ചെരുപ്പുകൾ പഴയ കാലത്ത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ആധുനിക ജീവിതത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക്, റബ്ബർ ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ചെരുപ്പുകൾ ഉണ്ടാക്കുന്നത്. ഇത് വളരെ മാരകമായ കെമിക്കൽസ് ഉപയോഗിച്ചാണ് ഇതൊക്കെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. ചെരുപ്പ് നിർമ്മിക്കുന്ന മോഡേൺ കമ്പനികളിൽ ചെന്നാൽ അതിൽ എത്രമാത്രം കെമിക്കൽസ് ചേരുന്നു നമുക്കറിയാം. ഈ പല കെമിക്കൽസും നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ്, പാദങ്ങൾക്ക് ഹാനികരമാണ്. അതിലൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് നമ്മുടെ ഈ ആയുർപാദക ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത്. ഈ ചെരുപ്പ് കൃഷ്ണന്തു കണ്ടു കാണുമല്ലോ. അപ്പോൾ നമ്മുടെ പാദങ്ങൾ ഉറച്ചു നിൽക്കുന്നത് ഒരു കെമിക്കൽ കൊണ്ടുണ്ടാക്കിയ ഒരു കൃത്രിമമായ ഒരു പ്രതലത്തിലല്ല, മറിച്ച് ആയുർവേദ പച്ചമരുന്നുകളുടെ ഒരു കൂട്ടിൻ്റെ മുകളിൽ, ഒരു മിക്സ്ചറിൻ്റെ മുകളിലാണ് നമ്മുടെ കാല് ഉറപ്പിച്ച് നിർത്തുന്നത്. അതാണ് നമ്മുടെ ചെരുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോൾ എന്ന് പറയുന്നത് ആയുർവേദിക് ആണ്. പിന്നെ എന്തായാലും ഇത് ഇക്കോ ഫ്രണ്ട്ലി ആണ് ഉറപ്പായിട്ട്. വളരെ ഇക്കോ ഫ്രണ്ട്ലി. ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞാലും ഭൂമിയിലോട്ട് അലിഞ്ഞു പോയിക്കോളൂ, ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. തീർച്ചയായിട്ടും കൃഷ്ണന്ത് കാണുക. അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓരോ പ്രോസസ്സും ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് എങ്ങനെയാണ് ആയുർപാദക ഒരു ഫൈനൽ പ്രോഡക്റ്റായിട്ട് വരുന്നതെന്ന് നമുക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാകും. അതിൻ്റെ പിന്നിലുള്ള മനുഷ്യാധ്വാനം എത്ര വലുതാണ് എന്ന് മനസ്സിലാകും. എത്ര ശാസ്ത്രീയമായിട്ടാണ് നമ്മൾ ആ ചെരുപ്പ് നിർമ്മിക്കുന്നത് എന്ന് മനസ്സിലാകും. നേരിട്ട് കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ബോധ്യമാകും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആയുർപാദക, ആ സ്പെഷ്യൽ ഫുട്വെയർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ പോകുന്നത് ശ്രീകുമാർ സാറാണ്. സാർ ഇവിടുത്തെ മാനേജറാണ്. അപ്പോൾ സാർ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയും കാര്യങ്ങളും? ഇതാണ് നമ്മൾ പറഞ്ഞ് ആയുർവേദ മരുന്നുകളെല്ലാം കൂടി അരച്ച് ചേർത്തിട്ട് നമ്മൾ പേസ്റ്റ് ആക്കി തേച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഇൻസോളാണ്. ഈ ഇൻസോളിലാണ് അത് കുറച്ച് രാഗം വെച്ച് നമ്മൾ ഈ റൂം ടെമ്പറേച്ചറിൽ ഉണക്കിയെടുക്കുന്നതാണ്. ഈ മരുന്നുകളെല്ലാം കൂടി പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മളൊരു പ്രത്യേകം നിർമ്മിച്ചെടുത്ത ഒരു ബോർഡിൻ്റെ പുറത്ത് തേച്ച് പിടിപ്പിച്ച് അതിനെ ഉണക്കി എടുക്കുന്നതാണ്. ഒരു 3 ലെയർ നമ്മൾ അങ്ങനെ തേച്ച് ഉണക്കിയെടുക്കും. ബേസിക് ക്വസ്റ്റ്യൻ, ഇത് ലാസ്റ്റ് ചെയ്യും? തീർച്ചയായിട്ടും. ഇത് വളരെ നമ്മൾ വളരെ സൂക്ഷിച്ചതിപ്പം വെള്ളം നനയ്ക്കാൻ പാടില്ല, അങ്ങനെ 1-2 കാര്യങ്ങൾ വിയർക്കുമ്പോഴൊക്കെ സാധാരണയായിട്ടുള്ള വിയർപ്പ് പ്രശ്നമില്ല. അതായത് നമ്മൾ സ്പെഷ്യൽ നനയ്ക്കാൻ പറ്റില്ല, വെള്ളം ഒഴിക്കരുത് എന്നുള്ളതേ ഉള്ളൂ. നോർമൽ കണ്ടീഷനിൽ എങ്ങനെയാണ് സാധാരണ ഉള്ള സ്വെറ്റിംഗ് ഒന്നും വിഷയമില്ല. കാര്യം ഇതിനകത്ത് വെള്ളം വീണ് കഴിയുമ്പോൾ
ഈ മരുന്നിൻ്റെ ആ ഒരു എഫക്റ്റ് കുറഞ്ഞു പോകും. ഇതൊരു ആയുർവേദിക് പ്രോഡക്റ്റ് കം ഒരു മെഡിക്കൽ ടേംസിൽ യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഇൻഡോർ പർപ്പസിനായിരിക്കും തീർച്ചയായും കൂടുതൽ ഉപയോഗിക്കും. ഇൻഡോർ യൂസേജിനാണ് ഏറ്റവും നല്ലത്. നമ്മൾ കൂടുതൽ അഡ്വൈസ് ചെയ്യുന്നത് അങ്ങനെ ഇൻഡോർ യൂസേജിനാണ്. കാര്യം ഇത് പുറത്തേക്ക് ഇട്ടുകൊണ്ട് പോകാൻ പാടില്ല എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ വെള്ളത്തിൽ ചവിട്ടും, അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ഇതിൽ വെള്ളം വീഴും, അപ്പോൾ ചെരുപ്പിൻ്റെ ലൈഫ് കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഔട്ട്ഡോർ യൂസേജ് റെക്കമെൻഡ് ചെയ്യുന്നത്. എന്താണ് കേടാവാനും സാധ്യത ഉണ്ടാവും. അതെ അതെ, ഇത് വെള്ളം വീണ് ഇതിനകത്ത് നമ്മളൊരു ലാമിനേഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കെമിക്കലോ ഒന്നും ചേർത്തിട്ടല്ല ആയുർവേദ മരുന്നുകൾ അരച്ച് പേസ്റ്റ് ആക്കിയത് അതേ രൂപത്തിൽ തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഈ മരുന്നിൻ്റെ പുറത്താണ് നമ്മൾ ചവിട്ടി നിൽക്കുന്നത്. അപ്പോൾ ആ മരുന്നിൻ്റെ എഫക്റ്റ് ഡയറക്റ്റ് നമ്മുടെ കാലിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ ബ്ലഡ് സർക്കുലേഷനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കൂടി നമ്മൾ ഇതിനകത്തുണ്ട്. അങ്ങനെയാണ് ഈ കാലിനുണ്ടാകുന്ന പോച്ചിൽ, കാല് പെരുപ്പ്, കരിപ്പ്, കാലിനുണ്ടാകുന്ന ബേണിങ്സ്, ഉപ്പൂറ്റി വേദന, കാല് കഴപ്പ്, ഇതെല്ലാം മാറിക്കിട്ടുന്നത് അങ്ങനെയാണ്. ഈ ആയുർവേദ മരുന്നിൻ്റെ ആ എഫക്റ്റ് നമ്മുടെ കാലിലേക്ക് വരുമ്പോൾ ബ്ലഡ് സർക്കുലേഷനെ പ്രൊമോട്ട് ചെയ്യും. അതിൽ നിന്നൊക്കെയാണ് നമ്മുടെ കൂടുതൽ ഈ പറഞ്ഞ അസ്വസ്ഥതകൾക്കൊക്കെ റിലീഫ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ഇതിൻ്റെ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുർവേദ മരുന്നുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ഈ ആയുർവേദ മരുന്നുകൾ ചേർത്തുണ്ടാക്കിയ ഈ ഒരു ആയുർപാതിക ഇത് ലേഡീസിൻ്റെ ആണല്ലേ? അതെ, ഇതൊന്ന് ഇട്ട് നോക്കുക. ഈ ചപ്പൽ ധരിച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ എന്താണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫീലിംഗ് കൃഷ്ണത്തിന് കിട്ടുന്നത് എന്നുള്ളത് പറയുക. ഓക്കെ, ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കുറച്ചിങ്ങനെ റഫ് ആയതുകൊണ്ട് അതെ, നടക്കുമ്പോൾ നമുക്ക് അതിൽ ചവിട്ടുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല, കുറച്ച് ഫ്ലാറ്റ് ആണ്. പക്ഷെ അത് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കാലം മണ്ണിലൊക്കെ നടക്കത്തില്ല, അങ്ങനെ ഒരു ഫീൽ ഉണ്ട്. വേദനയല്ല, പക്ഷെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് നടക്കുന്ന ഒരു ഫീലിംഗ് നമുക്കുണ്ടാകും. ശരി. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഈ ആയുർപാതിക എന്ന ചപ്പലിൻ്റെ ആദ്യത്തെ ഘട്ടം, അതായത് മാനുഫാക്ചറിങ്ങിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ മരുന്ന് ശേഖരിക്കലാണ്. ആ മരുന്ന് ഇരിക്കുന്ന റൂമിലേക്ക് നമുക്ക് കാണാം. ഈ ആയുർവേദ മരുന്നുകളെല്ലാം കൂടി നമ്മൾ ഇവിടെ കൊണ്ടുവന്നാണ് ശേഖരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കുറച്ചുകൂടി നന്നായിട്ട് ഉണക്കിയെടുത്തിട്ട് ഇവിടെ വെച്ചിട്ടാണ് ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് അറിഞ്ഞെടുക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ഈ മരുന്നുകളെല്ലാം കൂടി നമ്മൾ അപ്പുറത്ത് ഒരു വേറൊരു സെക്ഷൻ ഉണ്ട്, ഒരു പൾവറൈസിങ് സെക്ഷൻ. അവിടെ കൊണ്ടുപോയിട്ടാണ് ഇത് പൊടി രൂപത്തിലാക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ആയുർവേദ മരുന്ന് എന്ന് പറഞ്ഞപ്പോൾ ഈ കണ്ടില്ലേ, രാമച്ചം, കസ്തൂരി മഞ്ഞൾ, രക്തചന്ദനം, വേപ്പ്, കുറുന്തോട്ടി, ഇങ്ങനെ തുടങ്ങിയ ഒരു 9-ൽ പരം ആയുർവേദ മരുന്നുകളാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതാണ് ഇവിടെ പ്രോസസ്സ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കുന്നത്. ഇതെല്ലാം പൊടിച്ചു വെച്ചേക്കാണ് ഇതിലെല്ലാം. നമ്മൾ ഈ ആയുർവേദ മരുന്നുകളെല്ലാം കൂടി കട്ട് ചെയ്തിട്ട് അപ്പുറത്ത് മെഷീനിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചെടുക്കുന്ന ആ പൊടി എല്ലാം ശേഖരിക്കുന്നത് ഈ പാത്രങ്ങളിലാണ്. ഓരോന്നിലും ഇതിൽ നിന്നാണ് നമ്മളൊരു പ്രത്യേക അനുപാതത്തിൽ, എല്ലാം ഒരേപോലെയല്ല, ഓരോന്നും ഓരോ അനുപാതത്തിലാണ് ഓരോ മരുന്നുകളും ചേർക്കുന്നത്. അങ്ങനെ ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്ത് പിന്നീട് ഗ്രൈൻഡറിനകത്തിട്ട് നമ്മൾ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നത്. അപ്പുറത്താണ്. ഇനിയിപ്പോൾ നമ്മൾ അപ്പുറത്ത് ഈ കട്ട് ചെയ്തെടുത്ത മെഡിസിൻസ് ഉണ്ടല്ലോ, ആയുർവേദ മരുന്നുകളെല്ലാം കൂടി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ മെഷീനുണ്ട്. ഈ മെഷീനകത്താണ് നമ്മൾ ആദ്യം കൊണ്ടുവന്നിട്ട് ഇവിടെ ഇത് ചോപ്പ് ചെയ്തെടുക്കുന്നത്. ഇത് ചോപ്പിംഗ് പൊടിക്കുക. നമ്മൾ അപ്പുറത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ആയുർവേദ മരുന്നുകൾ ഓരോന്ന് കൊണ്ടുവന്നിട്ട് ഇതൊരു ചോപ്പിംഗ് മെഷീനാണ്. ഈ ചോപ്പിംഗ് മെഷീനിലിട്ടാണ് വീണ്ടും കുറച്ചുകൂടി ചെറിയ ചെറിയ പീസസ് ആയിട്ട് എടുക്കുന്നത്, ചോപ്പ് ചെയ്തെടുക്കുന്നത്. പൊടിച്ചെടുക്കുന്നത്. ഇനി അതിന് ശേഷം അപ്പുറത്ത് പൾവറൈസിംഗ് മെഷീൻ. അതായത് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇവിടെ പൊടിച്ചെടുക്കും, എന്നിട്ട് ഫൈൻ പൗഡർ ആക്കുന്നത് ആ മെഷീനകത്തിട്ടാണ്. അതിൽ ആവുമ്പോൾ കറക്റ്റായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടും. എല്ലാം മില്ലിലൊക്കെ കാണുന്ന പോലത്തെ. അതെ അതെ അതെ, അത് ആ ടൈപ്പ് മെഷീൻ തന്നെയാണിത്. കുറച്ചുകൂടി ഹെവി ഡ്യൂട്ടി മെഷീൻസ് ആണെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അതിനുശേഷമാണ് ആ പൊടിച്ച മരുന്നുകളെല്ലാം കൂടി നമ്മളൊരു പ്രത്യേക അനുപാതത്തിൽ ചേർത്തിട്ട് ഈ ഗ്രൈൻഡറിനകത്തിട്ട് നമ്മൾ തന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അതിനെ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നത്. അതിനുശേഷമാണ് ആ പേസ്റ്റ് രൂപത്തിലെടുത്ത മരുന്നുകൾ നമ്മൾ ഒരു പ്രത്യേകമായിട്ടുണ്ടാക്കിയെടുത്ത ഒരു ബോർഡുണ്ട്. ഈ ബോർഡിനകത്ത് നമ്മൾ തേച്ച് പിടിപ്പിച്ച് എടുക്കുന്നത്. അതിന് റൂം ടെമ്പറേച്ചറിലിട്ട് ഉണക്കിയാണ് നമ്മൾ എടുക്കുന്നത്. പുറത്ത് ഒരുപാട് ടൈം എടുക്കുമായിരിക്കും, റൂം കുറേ സമയം എടുക്കും തീർച്ചയായിട്ടും. ഒരു ബോർഡ് തന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് നമുക്കൊരു 2 ദിവസം 3 ദിവസം എടുക്കും ഇത് കറക്റ്റായിട്ട് ഉണങ്ങി കിട്ടാനായിട്ട്. അങ്ങനെ നമ്മൾ 3 പ്രാവശ്യം 3 ലെയർ തേച്ചുണക്കിയാണിത് ആ ഇൻസോൾ. അതിന്റെ പുറത്ത് വീണ്ടും തേക്കുന്നു.
അത് ഉണക്കി എടുക്കുന്നു, വീണ്ടും ഒരു കോട്ട് കൂടി, അങ്ങനെ 3 പ്രാവശ്യം തേച്ച് ഉണക്കി എടുത്താണ്. ഒരു 1 വീക്ക് അബോ ഉള്ള പ്രോസസ്സാണ് തീർച്ചയായിട്ടും ഒരു സോളിന് വേണ്ടി മാത്രം. അത്രയേ ഉള്ളൂ. ഇത് ഈ സോൾ ഉണ്ടാക്കി എടുത്തതിന് ശേഷം പിന്നീടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സ്. അപ്പുറത്തുണ്ട്, അത് നമുക്ക് കാണാം. അവിടെ ഒരു ക്ലിക്കിംഗ് മെഷീൻ ഉണ്ട്, അതിലാണ് ഇതിൻ്റെ ഓരോ അളവിനനുസരിച്ചുള്ള ചെരുപ്പുകളുടെ ഇൻസോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഫൈൻ പൗഡർ ആക്കാൻ വേണ്ടി ഈ ഇതിലിടുക അല്ലേ? അവിടുന്ന് ചോപ്പ് ചെയ്തെടുത്ത ഈ മെഡിസിൻസ് എല്ലാം കൂടി നമ്മൾ ഈ മെഷീനകത്തിട്ട് പൊടിച്ചിട്ടാണ് ഇതിനെ ഫൈൻ പൗഡർ ആക്കി എടുക്കുന്നത്. അങ്ങനെ കിട്ടുന്ന ഫൈൻ പൗഡറാണ് നമ്മൾ ഗ്രൈൻഡറിലിട്ടിട്ട് ഇതിനെ മിക്സ് ചെയ്ത് ശരിക്കും പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇട്ടിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഇതേപോലെ ബാക്കി പൊടിച്ചെടുത്തിരിക്കുന്ന ഫൈൻ പൗഡേഴ്സും കൂടെ മിക്സ് ചെയ്യും. അത് അവിടെ ഓരോ ബക്കറ്റിൽ പ്രത്യേക റേഷ്യോയിലാക്കി മിക്സ് ചെയ്യും. ഓരോന്നിനും ഓരോ റേഷ്യോ ഉണ്ട്. ഈ പൊടികളെല്ലാം കൂടി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ ഒരു പർട്ടിക്കുലർ റേഷ്യോയിൽ നമ്മൾ ചേർത്തെടുത്തിട്ട് അതിനെ ഈ ഗ്രൈൻഡറിനകത്തിട്ട് നമ്മൾ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുകയാണ്. പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുത്ത പ്രോഡക്റ്റാണ് ഇപ്പോൾ ഇതിൽ കിടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഇനി എടുത്തിട്ട് അപ്പുറത്ത് ആ ബോർഡിന്റെ പുറത്ത് തേച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അല്ലേ? ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടുന്നത്. നല്ല മണം. അപ്പോൾ നമ്മളങ്ങനെ അരച്ച് പേസ്റ്റ് ആക്കി എടുത്ത ആ മരുന്നിന്റെ ഒരു കൂട്ടാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇനി ഇപ്പോൾ ഇവിടെ ഒരു ബോർഡിന്റെ പുറത്ത് തേച്ച് പിടിപ്പിക്കുന്നത്. നോക്ക്, ഈ ഷീറ്റിലാണല്ലേ? അതെ അതെ. ഇതിപ്പോ ഒരു ലെയർ, ഇതൊരു ലെയർ ഇങ്ങനെ തേച്ചിട്ട് ഇത് ഡ്രൈ ചെയ്യാം. റൂം ടെമ്പറേച്ചറിലിട്ടതിനെ ഉണക്കിയെടുക്കും. എടുത്തിട്ട് വീണ്ടും അടുത്ത രണ്ടാമത്തെ കോട്ട് തേക്കും. അങ്ങനെ 3 പ്രാവശ്യം തേച്ച് എടുക്കുന്നതാണ് ഈ ഇൻസോൾ ഷീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഷീറ്റിന്റെ മെറ്റീരിയൽ എന്താണ്? അതൊരു മിക്സ്ഡ് ഒരു കോമ്പിനേഷൻ മെറ്റീരിയലാണ്. അത് 2-3 ടൈപ്പ് മെറ്റീരിയൽസ് എല്ലാം കൂടെ ചേർത്തിട്ട് പൾപ്പ് രൂപത്തിലാക്കി അതിനെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിന് വേണ്ടി ഈ ഇൻസോൾ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെറ്റീരിയലാണ്. പ്രോസസ്ഡ് ഒന്നും അല്ല അല്ലേ? വേറെ കെമിക്കൽ ഒന്നും ഇല്ല? കെമിക്കൽസ് ഒന്നുമില്ല. ഇത് കുറച്ച് രാവിലെ തേച്ചിട്ടാണ്, അത് കുറച്ച് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ മരുന്ന് പുരട്ടി ഉണക്കി വെച്ചിരിക്കുന്ന ബോർഡാണിത്. ഇതാണിപ്പോൾ കറക്റ്റായിട്ട് ഉണക്കി വെച്ചിരിക്കുന്ന മെഡിക്കേറ്റഡ് ബോർഡ്. ഇവിടെയാണ് മെഡിക്കേറ്റഡ് ബോർഡ് കറക്റ്റായിട്ട് ഇപ്പോൾ. ഇതിപ്പോൾ 3 ലെയേഴ്സ്, ഇത് 3 ലെയർ തേച്ച് ഉണക്കി വെച്ചിരിക്കുന്ന ബോർഡാണ്. ഇനി ഇതാണ് നമ്മൾ ചെരുപ്പിന് പല പല സൈസ് ഉണ്ടല്ലോ. നമ്മൾ ജെൻസിൻ്റെ ചെരുപ്പാണെങ്കിൽ 6 മുതൽ 12 വരെ ഉണ്ട്, ലേഡീസിൻ്റെ ആണെങ്കിൽ 5 മുതൽ 10 വരെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഓരോരോ സൈസിന് ഓരോരോ ഡൈ ഉണ്ട്. ആ ഡൈ വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് ഇൻസോളായിട്ട് എടുക്കുന്നത്. ഓക്കെ, അത് കാണിച്ചു.
ഇത് ഒരു ചെരുപ്പിൻ്റെ ഡൈ ആണത്. അത് 10 സൈസ്, ജെൻസിൻ്റെ 10 സൈസിൻ്റെ ഡൈ ആണ്. ഇങ്ങനെ എല്ലാ സൈസിനും ഇതേപോലെ സെപ്പറേറ്റ് ഡൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഡൈയുടെ അളവിലാണ് നമ്മൾ ലെഫ്റ്റും റൈറ്റും ഫോട്ടിൻ്റെ കട്ട് ചെയ്ത് മാറ്റുന്നത്. കാണിച്ചു നമ്മൾ ഉണങ്ങിയ മെഡിക്കേറ്റഡ് ബോർഡ് കട്ട് ചെയ്തെടുത്ത ഇൻസോളുകളാണിത്. ഇനി ഇതിന്റെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിന്റെ സൈഡിൽ സ്റ്റിച്ചിങ് വരും. ബൈൻഡിങ് ടൈപ്പ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യും. അത് അപ്പുറത്ത് സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്, നമുക്ക് അവിടോട്ട് പോയി കാണാം. നമ്മൾ താഴെ നിന്ന് കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് വന്ന ഇൻസോളുകൾ ഉണ്ടല്ലോ, അത് തയ്ക്കുന്ന സെക്ഷനാണ് ഇവിടെ. അതാണ് നമ്മുടെ ചെരുപ്പിന് ഉപയോഗിക്കുന്ന സ്ട്രാപ്പുകളുണ്ടല്ലോ, ആ സ്ട്രാപ്പിന്റെ പുറത്ത് നമ്മുടെ ആയുർപാതിക എന്നുള്ള ലേബിൾസ് ഫിറ്റ് ചെയ്യുന്ന സെക്ഷനാണ്. അത് നമ്മുടെ ആയുർപാതിക ലേബിളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ താഴെ കട്ട് ചെയ്തെടുത്ത് ആ ഇൻസോൾ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഈ ഇൻസോളുകളും അതുപോലെ തന്നെ സ്ട്രാപ്പ് എല്ലാം കൊണ്ടുവന്ന് അതിൻ്റെ സ്റ്റിച്ചിങ് വർക്കുകളും ആ ലേബലിൻ്റെ ഫിക്സേഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ താഴെ നമുക്ക് ഇതിൻ്റെ മിഡിൽ സോളുണ്ട്, പിന്നെ ഇതിൻ്റെ ബോട്ടം സോളുണ്ട്. ഈ സോളുകളും ഇതെല്ലാം കൂടി നമ്മൾ താഴെ ഇതിൻ്റെ ഒരു ഫൈനൽ അസംബ്ലിങ് സെക്ഷനുണ്ട്. ആ സെക്ഷനിൽ കൊണ്ടുപോയിട്ടാണ് ഇതിനെ എല്ലാം ചേർത്തെടുത്തിട്ട് ഒരു ചെരുപ്പിൻ്റെ പൂർണ്ണ രൂപത്തിലാക്കി എടുക്കുന്നത്. അത് താഴെയാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഫൈനൽ അസംബ്ലിങ് നടക്കുന്ന സെക്ഷൻ. അത് നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്ത ഇൻസോളുകളും സ്ട്രാപ്പും മിഡിൽ സോളും ബോട്ടം സോളും എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചാണ് ഇത് ഒട്ടിച്ചിട്ട് ഹീലെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ ആ മെഷീനിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. ഇതെല്ലാം കൂടി ഇവിടെ വെച്ചിട്ടാണ് അസംബിൾ ചെയ്യുന്നത്. ഇത് അസംബിൾ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും അവിടെ ഒരു പ്രസ്സിങ് മെഷീനുണ്ട്. ആ പ്രസ്സിങ് മെഷീനകത്ത് ഇട്ടതിന് ശേഷം ഒരു റൗണ്ട് കൂടി അതിനകത്ത് ഒരു എയർ കംപ്രഷൻ കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് നമുക്ക് കാണിച്ചു തരാം.
2 മിനിറ്റ് ആവുന്ന ഉണങ്ങി കിട്ടണം, എങ്കിലേ അത് ശരിക്കും പൊട്ടുകയുള്ളൂ. ഇതിപ്പോൾ ഈ പ്രസ്സിംഗ് മെഷീനകത്തിട്ടിട്ട് ഇതിനെ നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുന്നത്. എയർ കംപ്രഷൻ മൂലമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെരുപ്പ് ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് നല്ല ബോണ്ടിങ് ആയിട്ടുണ്ട് ഇതെല്ലാം. ഇനി ഇത് നമ്മൾ എത്ര കൈ കൊണ്ട് പിടിച്ചാൽ പോലും ഇളകി വരില്ല, അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് ബോണ്ടിങ് ആയിട്ടുണ്ട്. പിന്നെ ഇതിന് ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ആയുർപാതിക ഈ കട്ടിങ് അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് ഒക്കെ മാത്രമേ നമ്മൾ മെഷീനിൽ ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പെർഫെക്റ്റ്ലി ഹാൻഡ് മെയ്ഡാണ്. അത് വളരെ കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ശരിക്കും പറഞ്ഞാൽ മാൻ പവർ വളരെ കൂടുതൽ ചെയ്യും, ടൈം ഒരുപാട് കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ആയുർപാതികയുടെ നിർമ്മാണം എന്ന് പറയുന്നത്. ഒരു ചെരുപ്പ് തന്നെ ഫുള്ളായിട്ടായി വരാനായിട്ട് ഏതാണ്ടൊരു 8 ദിവസം 9 ദിവസം എടുക്കും. എല്ലാ പ്രോസസ്സിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു 8 ദിവസം 9 ദിവസം എടുക്കും ഒരു ചെരുപ്പ് പൂർണ്ണമായിട്ടും ഫിനിഷ്ഡായിട്ട് നമുക്ക് കിട്ടാനായിട്ട്. മറ്റേതൊക്കെ ആകുമ്പോഴത്തേക്കും പ്രോസസ്സിംഗ് കഴിഞ്ഞ് മെറ്റീരിയൽസ് എടുക്കുന്നു, നേരെ മെഷീനിൽ എല്ലാം മെക്കനൈസ്ഡ് വർക്കാണ്, എല്ലാം മെഷീൻ വർക്കാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഹാൻഡ് മെയ്ഡാണ് സാധനം. കൈ കൊണ്ടുള്ള വർക്കുകളാണ് ഏറ്റവും കൂടുതൽ ഇതിന് നടക്കുന്നത്. പിന്നെ കട്ടിങ് അല്ല അതുപോലൊക്കെയുള്ള ചെറിയ സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളൂ മെഷീൻ ഉപയോഗിക്കുന്നത്. ബാക്കിയെല്ലാം കൈ കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ആയുർപാതികയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതാണ് ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ. ഇപ്പം സാർ പറഞ്ഞ പോലെ മാനുവലി ചെയ്തിട്ട് ലാസ്റ്റ് എയർ കംപ്രഷൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കി സ്ട്രോങ് ആയിട്ട് കിട്ടിയ ഇതിപ്പം ലേഡീസിൻ്റെ ആണ്, ലേഡീസിൻ്റെ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റാണിത് ആയുർപാതിക. ഇതിൻ്റെ ഫൈനൽ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അതായത് റെഡിയായി കിട്ടിയ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ റെഡിയായി കിട്ടിയ ഫുൾ ഫിനിഷ് ചെയ്ത് കിട്ടിയ പ്രോഡക്റ്റ് എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് സൈസ് അനുസരിച്ച് ഇവിടെ പാക്ക് ചെയ്ത് നമുക്ക് സെയിൽ ചെയ്യാനുള്ള സ്റ്റേജിലേക്ക് എത്തിക്കുന്ന ഒരു സെക്ഷനാണിത്, പാക്കിംഗ് സെക്ഷൻ. ഒരാഴ്ചയ്ക്ക് മേലുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് ഈ ഒരു ഫുട്വെയറിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം വന്നപ്പോൾ ഇതിൻ്റെ ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ് സാറിനോട് ചോദിച്ചത്. അപ്പം സാർ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്? അതും കുറച്ച് നമ്മൾ ഹെൽത്ത് നോക്കിയിട്ട് തന്നെയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റിൽ എത്തിയത്? അതെ, ഇങ്ങനൊരു കൺസെപ്റ്റിലെത്തിയത്, എനിക്ക് ആയുർവേദ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. പക്ഷേ എൻ്റെ വൈഫ് ചവറയിലെ ഒരു പുരാതന കുടുംബത്തിലെയാണ്. അപ്പോൾ അവർക്ക് അവിടെ ഒരു ചില ചികിത്സാ രീതികളുണ്ടായിരുന്നു. ഈ പണ്ട് കേരളത്തിൽ ഈ ആയുർവേദ ചികിത്സകളൊക്കെ ഉണ്ടെങ്കിലും ഗ്രാമങ്ങളൊക്കെ ഒറ്റപ്പെട്ട തുരുത്തുകളായിട്ടൊക്കെ കഴിയുന്ന കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നാട്ടു ചികിത്സയും വീട്ടു ചികിത്സയുണ്ട്.
നാട്ടുചികിത്സ എന്നാൽ നാട്ടിൽ പ്രാക്ടീസിങ് ആയുർവേദിക് ഫിസിഷ്യൻസ് ചെയ്യുന്നതാണ് നാട്ടുചികിത്സ, അത് എല്ലാവരും ചികിത്സിക്കും. വീട്ടുചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മുടെ പുരയിടത്തിൽ തന്നെ നട്ടുപിടിപ്പിക്കുന്ന ആയുർവേദ ചെടികൾ കൊണ്ട് നടത്തുന്ന ചികിത്സകളാണ്. അപ്പോൾ അത്തരം ഒരു ചികിത്സാ രീതിയെ ബന്ധപ്പെട്ട ഒരു പുസ്തകം അവിടെ അവൈലബിൾ ആയിരുന്നു. അതിൽ ഈ ഡയബറ്റിക്സിനും അതുപോലെ തന്നെ ആർത്രൈറ്റിക്സിനും പറ്റുന്ന ചില ആയുർവേദ മരുന്നുകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിൽ ഇതൊരു പ്രത്യേക അനുപാതത്തിൽ ഇത് പൊടിച്ച് കാലേ പുരട്ടിയാൽ ആശ്വാസം കിട്ടും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ പൊടി ഇത് നമുക്കൊരു ഫുഡ്വെയറിൽ ഉപയോഗിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. അതനുസരിച്ച് നമ്മളതൊന്ന് പരീക്ഷിച്ച് നോക്കി. 2017 നമ്മൾ തുടങ്ങിയത് കാര്യം. അപ്പോൾ ഇത് നമ്മൾ ഇത്തരം ഒരു ഫുഡ്വെയർ ഉണ്ടാക്കിയിട്ട് പല ഫ്രണ്ട്സിനും ഞാൻ കൊടുത്തു. അവരൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, നമുക്കെൻ്റെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ അതിൻ്റെ ഒരു ഫീസിബിലിറ്റി എനിക്കറിയില്ലല്ലോ. അതനുസരിച്ച് നമ്മൾ കൊടുത്ത് അവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞതിന് ശേഷമാണ് നമുക്കൊരു കോൺഫിഡൻസ് വന്നതും ഇതിൻ്റെ മാനുഫാക്ചറിലേക്ക് നമ്മൾ പോയത്. ശരി സാർ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണെന്ന് ഞാൻ പറയും. കാരണം ഞാനിപ്പം അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര എർത്തി ആയിട്ടുള്ളൊരു ഫീൽ. അതായത് നമ്മൾ മണ്ണിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ചവിട്ടി നിൽക്കുമ്പോൾ, അതായത് ഈ ഒരു വേദനിക്കുന്നതല്ല, പക്ഷെ ഭയങ്കര സുഖമായിട്ടുള്ളൊരു ഫീലാണ്. നമ്മൾ യൂഷ്വലി നമ്മുടെ നോർമൽ ഫുട്വെയർ ഇടുമ്പോഴത്തേക്ക് നമുക്കൊരു എക്സ്റ്റേണൽ സാധനം എടുത്ത് ഫിറ്റ് ചെയ്തൊരു ഫീൽ വരില്ല. പക്ഷേ ഇതിന് അങ്ങനൊരു ഫീലില്ല. ഇതിൻ്റെ പ്രത്യേകിച്ച് എൻ്റെ സോളിന് അങ്ങനെ ഒരു ഫീലില്ല. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ആൻഡ് നടക്കുമ്പോഴും നമുക്കിങ്ങനെ മണ്ണിൽ നടക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ഹാർഡായിട്ടുള്ള സോയിൽ നടക്കുന്ന ഒരു ഫീലുള്ള ഫുട്വെയർ ആണ്. അപ്പോൾ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷനും ബാക്കി ഡീറ്റെയിൽസാണ് നമ്മൾ കണ്ടത്. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ ഡീറ്റെയിൽസുമായിട്ട് അടുത്ത എപ്പിസോഡ്.